ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ ഒരുപാട് നാളിന് ശേഷം ഒരു ലോങ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. മാത്രവുമല്ല, ഒരു ഹെൽത്ത് കെയർ ടിപ്പാണ്. ഏറ്റവും ഉപകാരപ്രദമായ ഒരു ഹെൽത്ത് കെയർ ടിപ്പുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. നമുക്കറിയാം, ഈ വീഡിയോയിൽ കാണുന്നത് പോലെ പെരിഞ്ജീരകത്തെ പറ്റിയാണ് ഞാൻ പറയാൻ പോകുന്നത്. പെരിഞ്ജീരകം എന്ന് പറയുന്നത് ഏറ്റവും ഗുണമുള്ള ഒരു ഔഷധം എന്ന് തന്നെ പറയാം. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. എനിക്കറിയാം, ഒരുപാട് ഹെൽത്ത് ടിപ്സുകളൊക്കെ നമ്മൾ ഡെയിലി കേൾക്കുന്നുണ്ട്. എന്നാൽ എനിക്കൊരു കാര്യം നിങ്ങളോട് പറയാനുള്ളത്, ഇത് വെറും ഒരു ഹെൽത്ത് ടിപ്പല്ല. ഒരുപാട് കാര്യങ്ങളിൽ നിങ്ങളെ സഹായിക്കും എന്നുള്ള കാര്യത്തിൽ എനിക്ക് ഒരുപാട് ഉറപ്പുള്ളത് കൊണ്ടാണ് ഞാൻ ഈ ഹെൽത്ത് ടിപ്പ് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ തന്നെ തീരുമാനിച്ചത്. ഇതെന്ന് പറഞ്ഞാൽ ഒരു യുണീക്കായിട്ടുള്ള, അല്ലെങ്കിൽ മറ്റൊരു ടിപ്പിനേക്കാളും ഏറ്റവും ഗുണമുള്ളത്, നിങ്ങൾക്ക് ഏത് സമയം യൂസ് ചെയ്താൽ ഇൻസ്റ്റൻ്റായിട്ട് അതിൻ്റെ ഒരു ഫലം നിങ്ങൾക്ക് കിട്ടും. നിങ്ങൾക്ക് എപ്പോഴും ഓർത്ത് വയ്ക്കാനും പെട്ടെന്ന് തന്നെ ചെയ്യാനും ഒക്കെ സാധിക്കുന്ന ഒരുപാട് കണ്ടീഷനിലൊക്കെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ടിപ്പാണ് ഞാൻ പെരിഞ്ജീരകത്തെപ്പറ്റി നിങ്ങൾക്ക് പറഞ്ഞു തരാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എൻ്റെ കൺസൾട്ടേഷനിലൊക്കെ വന്നിട്ടുള്ള എൻ്റെ പേഷ്യൻസിനറിയാം, ഞാൻ എപ്പോഴും അവരെ കൺസൾട്ട് ചെയ്യുമ്പോൾ സാധാരണയായിട്ട് എന്തെങ്കിലുമൊക്കെ ഹെൽത്ത് ടിപ്സ് അവർക്ക് പറഞ്ഞു കൊടുക്കാറുണ്ട്. കാരണം എനിക്കറിയാം, നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് കുറേ മരുന്നുകളൊക്കെ കഴിക്കുന്നതിൻ്റെ ബുദ്ധിമുട്ടും അത് ഫോളോ ചെയ്യാനുള്ള ബുദ്ധിമുട്ടൊക്കെ എനിക്ക് നന്നായിട്ട് മനസ്സിലാവുന്നത് കൊണ്ട് തന്നെ ഒരു പേഷ്യൻറ്റിനെ നമ്മൾ ഒബ്സർവ് ചെയ്യുമ്പോൾ അവർക്കത് എത്രമാത്രം ടഫായിട്ടാണ് അവർ ആ മെഡിസിൻ കഴിക്കുന്നത്, കൈകാര്യം ചെയ്യുന്നത് നമുക്ക് പേഷ്യൻറ്റിനെ കാണുമ്പോൾ അറിയാം. അപ്പോൾ അങ്ങനെയുള്ള പേഷ്യൻസ് വരുമ്പോൾ അവർക്ക് ഞാൻ കുറച്ച് ടിപ്സ് കൂടെ പറഞ്ഞു കൊടുക്കും. കാരണം വൺ ഓഫ് ദ അതർ, ചിലപ്പോൾ ഈ ടിപ്സ് വർക്ക് ചെയ്യുമ്പോഴത്തേക്ക് അവർക്ക് തന്നെ ഒരു എനർജി വന്ന് ഒരു മെഡിസിൻസ് സ്റ്റാർട്ട് ചെയ്യും. അപ്പം അങ്ങനെയുള്ള കുറേ ടിപ്സുകൾ, ചെറിയ നല്ല യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ടിപ്സാണ് ഞാൻ എപ്പോഴും പറഞ്ഞു കൊടുക്കാറ്. അപ്പം അങ്ങനെയുള്ള ടിപ്സുകളുടെ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ റിസൾട്ട് കിട്ടിയ ഒരു ടിപ്പാണിത്. അപ്പം എനിക്കറിയാം, എൻ്റെ ഭൂരിഭാഗം പേഷ്യൻസും കേട്ടിട്ടുണ്ടാകാം, ഞാൻ ഈ ഒരു ടിപ്പ് അവരോട് സ്ഥിരം പറയാറുണ്ട്. അപ്പോൾ ഇത് ചെയ്ത് കഴിഞ്ഞ് അവരെനിക്ക് തരുന്ന ഒരു റിവ്യൂ എന്ന് പറയുന്നതും അതുപോലെ തന്നെ ഭയങ്കര അമേസിംഗ് ആണ്. അപ്പോൾ അങ്ങനെ ഒരു ടിപ്പ് ഒരുപാട് പേരിലേക്ക് എത്തിച്ചേരണം എന്നുള്ള ഒരു അതിയായ ആഗ്രഹം കൊണ്ടുകൂടിയാണ് ഈ വീഡിയോ ഞാൻ ഷെയർ ചെയ്യാമെന്ന് വിചാരിക്കുന്നത്. ശരിക്കും ഈ പെരിഞ്ജീരകം എന്ന് പറയുന്നത് ഒരു മാജിക്കൽ ഹെർബായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഒരുപാട് കണ്ടീഷൻസിൽ വളരെ ഇൻസ്റ്റൻ്റായിട്ട് 100% നമുക്ക് ട്രസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു മരുന്നാണ് പെരിഞ്ജീരകം എന്ന് പറയുന്നത്. നമുക്കറിയാം, നമുക്കെല്ലാവർക്കും തന്നെ ഒരുപാട് പരിചയമുള്ള ഒരു ഹെർബാണ് പെരിഞ്ജീരകം. നമ്മുടെ ദിവസേനയുള്ള അടുക്കളയിൽ നമ്മൾ യൂസ് ചെയ്യുന്ന കാര്യങ്ങളിൽ പ്രധാനമായിട്ടും ഒരു പങ്ക് വഹിക്കുന്ന ആളാണ് പെരിഞ്ജീരകം. എന്നാൽ പലപ്പോഴും നമ്മളിതിൻ്റെ യൂസിനെ പറ്റി കൂടുതലായിട്ട് മനസ്സിലാക്കാത്തത് കൊണ്ടൊക്കെ ആയിരിക്കാം ചിലപ്പോൾ ഇതിൻ്റെ ഉപയോഗങ്ങൾ കുറഞ്ഞു പോണത്, അല്ലെങ്കിൽ ചില രോഗത്തിൻ്റെ സമയത്ത് നമുക്കിതിനെപ്പറ്റി ഒരു അറിവില്ലാത്തത് കൊണ്ടായിരിക്കാം നമ്മൾ ഉപയോഗിക്കാതിരിക്കുക. അപ്പോൾ ഇവിടെ ഞാൻ ആദ്യം ഈ പെരിഞ്ജീരകത്തിൻ്റെ കുറച്ച് യൂസ്, എന്തൊക്കെ കണ്ടീഷനിലൊക്കെ യൂസ് ചെയ്യാൻ പറ്റും എന്നുള്ളതിനെ പറ്റി പറയാം. അതിനുശേഷം ഇതിനെ എല്ലാം കൂടി ഒരുമിച്ച് നമുക്ക് എങ്ങനെയാണ് നമുക്കിത് പ്രിപ്പയർ ചെയ്യേണ്ടത്, എങ്ങനെയാണ് നമുക്കൊരു ഈസി ടിപ്പ് ഉപയോഗിക്കാൻ പറ്റുക എന്നുള്ളത് പറയാം. അപ്പോൾ അതിന് മുന്നേ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇതിൽ ഏതെങ്കിലും ഒരു കണ്ടീഷനിൽ ഇത് വർക്കായി എന്ന് കണ്ടു കഴിഞ്ഞാൽ ഈ വീഡിയോയുടെ താഴെ വന്ന് കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് എങ്ങനെയാണത് യൂസായത്, എന്താണ് നിങ്ങൾക്ക് തോന്നിയത്. അപ്പോൾ അത് മറ്റുള്ളവർക്കും കൂടി ഉപകാരമാവും. അപ്പോൾ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഇതൊരു ഹോർമോൺ ടീ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ അതായത് മെൻസ്ട്രേഷൻ സംബന്ധമായ പ്രശ്നങ്ങളൊക്കെ ഉള്ളവർക്ക്, മെൻസ്ട്രേഷൻ കുറവായിട്ടുള്ള കണ്ടീഷനിലുള്ളവർക്ക്, അതുപോലെ തന്നെ ഭയങ്കരമായിട്ട് വേദന, പീരിയഡ്സിൻ്റെ ഒക്കെ സമയത്ത് നല്ല വേദന വരുന്നവർക്ക്, പിന്നെ ഈവൻ നമുക്കിതിനെ എന്താ പറയുക, ഒരു ഫെർട്ടിലിറ്റി ഡ്രിങ്കായിട്ട് കൂടി നമുക്ക് കഴിക്കാം. അതായത് ഫെർട്ടിലിറ്റീനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഡ്രിങ്കായിട്ടൂടെ ഇത് നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റും. രണ്ടാമത്തേത് ഭയങ്കര ഉഗ്രൻ റിസൾട്ടാട്ടോ. അതായത് നമ്മുടെ ഗ്യാസ് സംബന്ധമായ പ്രശ്നം, നമ്മുടെ ഡൈജഷൻ സംബന്ധമായ പ്രശ്നങ്ങൾ, ദഹനക്കുറവ്, IBSൻ്റെ പ്രശ്നം, വയറിൻ്റെ പ്രശ്നങ്ങൾക്കൊക്കെ അപാരമായൊരു റിസൾട്ടാണ് ഈ ഒരു ഹെൽത്ത് ടിപ്പ് കൂടി നിങ്ങൾക്ക് ലഭിക്കുക.
നമുക്കറിയാം നമ്മുടെ ഇടയിൽ എല്ലാവർക്കും തന്നെ ഒരു ദഹന പ്രശ്നങ്ങളുണ്ടാവും. അത് ഗ്യാസിൻ്റെ ബുദ്ധിമുട്ട്, പലവിധ ബുദ്ധിമുട്ടുകളുണ്ടാവും. ഇത് പിന്നീട് എരിച്ചിലും പുകച്ചിലും വയറിനകത്ത് വേദനയും അങ്ങനെയൊക്കെ കുറേ കഷ്ടപ്പെടുന്ന കുറേ ആളുകൾ എനിക്കറിയാം. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾക്കൊക്കെ ഇത് ഭയങ്കര ഒരു ഉഗ്രനായിട്ടുള്ള ടിപ്പായിരിക്കും കേട്ടോ. അതായത് ഇപ്പോൾ ഈവൻ നമ്മുടെ വയറ്റിൽ ചെറിയ അൾസേഴ്സ് ഉണ്ടെങ്കിൽ പോലും അതിനെ വരെ ഉണക്കാൻ പവറുള്ളതാണ് ഈ പെരുംജീരകം എന്ന് പറയുന്നത്. നമുക്കറിയാം നമ്മുടെ നാട്ടിൽ ഹോട്ടൽസിലൊക്കെ നമ്മൾ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് ഇറങ്ങുമ്പോൾ പെരുംജീരകം അവിടെ വെച്ചിട്ടുണ്ടാവും. അതൊരു മെറ്റബോളിസം ബൂസ്റ്ററായിട്ട്, അതായത് നമ്മൾ കഴിച്ച ഭക്ഷണത്തെയൊക്കെ ദഹിപ്പിക്കാൻ വേണ്ടി, രണ്ടാമതായിട്ടൊരു മൗത്ത് ഫ്രഷ്നറായിട്ടൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെ ഒരു യൂസും കൂടി ഇതിനുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ വെയ്റ്റ് മാനേജ്മെൻറ്റിന് സഹായിക്കുന്ന ഒരു സംഭവമാണ് പെരുംജീരകം. പിന്നെ നമ്മുടെ കണ്ണിന് കുളിർമ നൽകാൻ അല്ലെങ്കിൽ ഒരു കൂളിംഗ് എഫക്റ്റ് കൊടുക്കുന്ന സാധനമാണ് പെരുംജീരകം എന്ന് പറയുന്നത്. അപ്പോൾ കണ്ണിൻ്റെ ട്രീറ്റ്മെൻറ്റിൽ ആ ടിപ്പ് എന്ന് പറയുന്നത് സംതിങ് ഡിഫറെൻ്റ് ആണ്. അപ്പോൾ അതെന്താണെന്ന് അറിയേണ്ടി ഒരു കമൻറ്റ് ചെയ്താൽ ഞാൻ അതിന് ഒരു സ്പെഷ്യൽ വീഡിയോ ഇടാം കേട്ടോ. അതുപോലെ തന്നെ ഡെലിവറിയൊക്കെ കഴിഞ്ഞ സ്ത്രീകളിലാണെങ്കിൽ ഇതൊരു നല്ല ലാക്ടേഷൻ സപ്പോർട്ടാണ്. അതായത് മുലപ്പാൽ വർദ്ധിപ്പിക്കാൻ വേണ്ടി നല്ലൊരു സപ്പോർട്ടാണ്. അതുപോലെ തന്നെ നമ്മൾ ഈ പെരുംജീരക വെള്ളം കുടിക്കുമ്പോൾ നമ്മൾക്കുണ്ടാകുന്ന ഗ്യാസിൻ്റെ അല്ലെങ്കിൽ നമ്മൾ കഴിച്ച ഭക്ഷണത്തിൻ്റെയൊക്കെ ഫലമായിട്ട് കുഞ്ഞുങ്ങളിലേക്ക് ഒരു കോളിക്കി പെയിൻ വരും, അവർക്കൊരു വയറുവേദന പോലെയൊക്കെ വരും. അപ്പോൾ അത് കുറയ്ക്കാനും നമുക്ക് പെരുംജീരക വെള്ളം അമ്മ കുടിക്കുന്നത് നല്ലതാണ്. അപ്പോൾ അത് കുഞ്ഞുങ്ങളുടെ വേദന കുറയ്ക്കുകയും മസിലൊക്കെ ഒന്ന് റിലാക്സ് ആവാനായിട്ടും സഹായിക്കും. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ സ്കിന്നിന് ഏറ്റവും നല്ലൊരു മെഡിസിനാണ് ഫെനൽ സീഡ് അഥവാ പെരുംജീരകം. അതായത് നമ്മുടെ സ്കിന്നിലേക്ക് അമിതമായിട്ടുള്ള ഒരു ഹീറ്റിംഗ് എഫക്റ്റൊക്കെ കുറച്ച് നല്ലൊരു കൂളിംഗ് ബോഡിയിലേക്ക് കൊണ്ടുവരാനും ചെറിയ ആക്നേസിനെതിരെയൊക്കെ പ്രവർത്തിക്കാനായിട്ടും നമ്മുടെ സ്കിന്നിന് ഒരു ഡീടോക്സ് എഫക്റ്റ് കൊടുക്കാനൊക്കെ നമ്മുടെ പെരുംജീരകത്തിന് സാധിക്കും. അതുപോലെ തന്നെ നമ്മുടെ സ്ട്രെസ് ലെവലൊക്കെ കുറയ്ക്കാനും അതിനൊക്കെ ഇത് നല്ലതാണ്. അതുപോലെ തന്നെ റെസ്പിറേറ്ററി സംബന്ധമായ ചുമ, കഫം അങ്ങനെയുള്ള പ്രശ്നങ്ങൾക്കൊക്കെ നല്ലതാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് ഞാൻ പറഞ്ഞുതരാം. പെട്ടെന്ന് തന്നെ ഒരു വലിയ ടേബിൾ സ്പൂണോളം പെരുംജീരകം എടുത്തിട്ട് നല്ല അടി കട്ടിയുള്ള ഒരു പാനിലേക്ക് ഇട്ടിട്ട് ഒന്ന് റോസ്റ്റ് ചെയ്യുക. ചെറിയ സിമ്മിൽ വെച്ചിട്ട് വേണം ചെയ്യാനായിട്ട്. അത് റോസ്റ്റ് ചെയ്തൊരു ഗോൾഡൻ ബ്രൗൺ ആകുമ്പോഴത്തേക്ക് നമുക്കപ്പോൾ അതിനുള്ളിലേക്ക് ഒരു 250 ml വെള്ളം ഒഴിക്കാം. അതായത് 200 ml ഒരു ഫുൾ ഗ്ലാസും പിന്നെ ഒരു 50 ml. എന്നിട്ട് നന്നായിട്ട് തിളപ്പിക്കുക. അപ്പം നന്നായി തിളപ്പിച്ച് കഴിഞ്ഞതിന് ശേഷം അതിൽ നിന്ന് ഒരു 50 ml വറ്റി ഒരു ഗ്ലാസ് വെള്ളം കറക്റ്റായിട്ട് നമുക്ക് കിട്ടുന്ന പരുവാകുമ്പോഴത്തേക്ക് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്ത് ഈ വെള്ളം അരിച്ച് ചെറിയ ചൂടോടുകൂടി കുടിക്കാം. അപ്പോൾ ഇത് കുടിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. നല്ല ഗ്യാസൊക്കെ ഉള്ള ബുദ്ധിമുട്ടുള്ള ആളുകളാകുമ്പോൾ ചിലപ്പോൾ ഒരു ഛർദ്ദിക്കാൻ വരുന്ന പോലെ തോന്നുക, ചിലവർ ഛർദ്ദിക്കാനുള്ള ചാൻസും ഉണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഒന്നും പേടിക്കേണ്ടതില്ല. അത് നമ്മുടെ ഗ്യാസ് ഔട്ട്പുട്ട് പുറത്തേക്ക് പോകുന്നത് കൊണ്ടാണ്. അപ്പോൾ അത് നല്ലൊരു സിംറ്റമാണ്. അപ്പം ഇങ്ങനെ ഈ ഒരു വെള്ളം ഒരു ദിവസം 1, 2, 3 തവണ വരെ നമുക്ക് കഴിക്കാം. അതിനുശേഷം ഇനി ഒന്നും അല്ലെങ്കിൽ ഒരു ദിവസം ഒരു ഗ്ലാസ് വെച്ചിട്ടെങ്കിലും കുടിക്കാൻ ശ്രമിക്കുക. അങ്ങനെ ഒരു കണ്ടിന്യൂസ് 2 വീക്സ് ഒക്കെ നമ്മൾ കഴിക്കുകയാണെങ്കിൽ തന്നെ നമുക്ക് ഭയങ്കര ഒരു ചേഞ്ച് ആയിട്ട് വരും. ഒറ്റ ഡ്രിങ്കിൽ തന്നെ നമുക്കതിൻ്റെ മാറ്റം മനസ്സിലാക്കും. നമ്മുടെ ബോഡിയിൽ ഭയങ്കരമായിട്ടൊരു ലൈറ്റ്നെസ് ഫീൽ ചെയ്യും. ഈ പറഞ്ഞ സിംറ്റംസിന് ഒക്കെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഹെൽത്ത് ടിപ്പാണിത്. ഒരുപാട് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ഒന്നുമല്ല, നമ്മുടെ പെരുംജീരക വെള്ളമാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കേണ്ടതെന്ന് ഞാൻ പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾ ഫോളോ ചെയ്തിട്ട് നിങ്ങൾ ഇതുണ്ടാക്കി കഴിച്ചു നോക്കുക. നിങ്ങളുടെ ഹെൽത്ത് കണ്ടീഷനിൽ ഇത് ഒരുപാട് അമേസിങ് ആയിട്ടുള്ള റിസൾട്ട്സ് നിങ്ങൾക്ക് തരും. 2 കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കുക. ചെറിയ ചൂടോടുകൂടി വേണം ഇത് കഴിക്കാനായിട്ട്. സിപ്പ് ബൈ സിപ്പായിട്ട് സാവധാനത്തിൽ വേണം കഴിക്കാൻ. വൊമിറ്റ് ചെയ്യുകയാണെങ്കിൽ കൂടുതൽ വെള്ളം കുടിക്കാനായിട്ട് ശ്രദ്ധിക്കണം. അപ്പോൾ ഈ ടിപ്പ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. താങ്ക്